നമ്മൾ സംസാരിക്കാൻ പോകുന്ന മഹീന്ദ്ര മോജോയെക്കുറിച്ചാണ്. മഹീന്ദ്ര മോജോ സ്റ്റോറി. സോ മഹീന്ദ്ര മോജോയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അതൊരു തട്ടിക്കൂട്ട് മോട്ടോർ സൈക്കിൾ അല്ലായിരുന്നു. ഇറ്റ്സ് വെരി വെൽ ബിൽഡ് ആൻഡ് പർപ്പസ്ഫുൾ മോട്ടോർ സൈക്കിളായിരുന്നു. കാരണം ഇത് മഹീന്ദ്ര ഡിസൈൻ ചെയ്തൊരു മോട്ടോർ സൈക്കിളല്ല. എൻജിൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്പനിയാണ് ഇത് ഗ്രൗണ്ട് അപ്പിൽ നിന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓരോ കോമ്പോണൻറ്റും അവരാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എൻജിൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇറ്റലി. സോ അതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും അതിനനുസരിച്ചുള്ള പർപ്പസ്ഫുൾ ഡിസൈനും ഉണ്ടായിരുന്നു. ചിലർക്ക് ഹേറ്റ് ഇറ്റ് ഓർ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഡിസൈനാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചിലരും അന്നത്തെ കാലത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്നതിന് പല ഭാഗത്തും നോക്കി ചില വൃത്തികേടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസും കമൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 300 cc ഒരു 1000 cc മോട്ടോർ സൈക്കിളിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ലുക്കാണ് മഹീന്ദ്ര മോജോയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ CBR 250 സ്റ്റോറിയിലും പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അവസ്ഥയായിരുന്നു മഹീന്ദ്ര മോജോയ്ക്കും. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്ക്, അതൊക്കെ അന്ന് KTM ഡ്യൂക്കിനകത്തുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ടൈപ്പ് ഒരു ഗോൾഡൻ അപ്സൈഡ് ഡൗൺ ഫോർക്കൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും റിസംബ്ലസ് ലൈക്ക് നമ്മുടെ R1 ഒരു കട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ട്വിൻ പോഡ് ഹെഡ്ലൈറ്റ്, പിന്നെ മൊത്തത്തിൽ ഒരു ചാസിയൊക്കെ പുറത്തുകൂടെ ചാടി ഡ്യൂക്കായിട്ട് ഡാബിൾ എന്ന ഡിസൈനുമായിട്ടൊക്കെ എനിക്ക് ചെറിയ സാമ്യം അന്ന് തോന്നിയിട്ടുണ്ട്. അതായിരുന്നു മഹീന്ദ്ര മോജോ മൊത്തത്തിൽ. പിന്നെ മഹീന്ദ്ര മോജോയുടെ ആ ഇറ്റാലിയൻ ഡിസൈനാണ് നമ്മൾ ഓരോ പീസ് ഓഫ് മഹീന്ദ്ര മോജോ അല്ലെ ബൈക്കിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ മോജോയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടൂറിംഗ് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് ഇവർ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനാണ് ഇതിൻ്റെ എല്ലാ കോമ്പണൻസും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യമേ മഹീന്ദ്ര മോജോ പത്രവാർത്തകളും റിവ്യൂസിലൊക്കെ വന്നത് മഹീന്ദ്ര ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്പോർട്സ് മോട്ടോർ സൈക്കിളിൽ നിന്നായിരുന്നു. പിന്നെ അവർ പകുതിക്ക് വെച്ചാണ് ഇത് ടൂറിംഗ് മോട്ടോർ സൈക്കിളാക്കി മാറ്റിയത്. അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നും സ്പോർട്സിലോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം സെറ്റ് ആവത്തില്ലെന്ന് തോന്നിയുകൊണ്ടായിരിക്കും ടൂറിങ്ങിലോട്ട് പോയത്. അങ്ങനെ ടൂറിംഗ് മോട്ടോർ സൈക്കിളായപ്പം ആദ്യത്തെ റിവ്യൂസിലൊക്കെ ഒരു റൂമേഴ്സിലൊക്കെ ഇതൊരു 160 കിലോസിൽ ഡ്യൂക്കിനേക്കാളും കുറച്ചും കൂടെ ഭാരം വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മോട്ടോർ സൈക്കിൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മോജോയ്ക്ക് 183 കിലോ ഭാരവും 21 ലിറ്ററിൻ്റെ വലിയ ടാങ്കൊക്കെ ആയി ഫോർ ടൂറിംഗ് പർപ്പസസ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് ടൂറിങ്ങിന് വേണ്ടി എല്ലാം കൊണ്ട് സെറ്റപ്പ് ചെയ്തൊരു മോട്ടോർ സൈക്കിളാണ് മഹീന്ദ്ര മോജോ. അതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും എല്ലാം പെർഫെക്റ്റ്ലി ഫോർ ടൂറിങ് എന്ന് തന്നെ പറയേണ്ടി വരും. ആകെപ്പാടെ ഒരു കുറവുള്ളതെന്ന് വെച്ചാൽ വിൻഡ് ബ്ലാസ്റ്റ്. ഇതൊരു നേക്കഡ് ആയ ഒരു ഫെയറിങ് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാക്കും. ഒരു 90 ഒക്കെ പോകണമെങ്കിൽ നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ഇതിനകത്ത് സാഡില്ലാത്ത ഇത് ടൂർ ചെയ്യാം. ഫസ്റ്റ് മോഡലിന് ബാക്കിലെ പില്ലിയൻ സീറ്റ് ചെറുതായെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീടുള്ള മോഡലിന് പില്ലിയൻ സീറ്റ് കുറച്ച് വൈഡൊക്കെ ആക്കി അവന്മാർ പില്ലിയൻ കംഫർട്ടും സെറ്റാക്കി. പിന്നെ എനിക്ക് ഏറ്റവും ഈ മഹീന്ദ്ര മോജോയുടെ കാര്യത്തിൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പാണ്. നമ്മൾ ഏതൊക്കെ ബ്രോക്കൺ റോഡ്, നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിലെ റോഡുകളിൽ ഏറ്റവും അനുയോജ്യമായ ഒരു രീതിയിലുള്ള സസ്പെൻഷൻ ട്യൂണിങ് ആയിരുന്നു മഹീന്ദ്ര മോജോയുടെ. നമുക്ക് എവിടെ കൂടെ പോയി ഏത് അൺഡുലേഷൻസ് ചാടിയാലും വണ്ടി പക്കയായിട്ട് റോഡിലുള്ള എല്ലാ അൺഡുലേഷൻസും പക്കയായിട്ട് അബ്സോർബ് ചെയ്യും. അത്ര എഫക്റ്റീവ് സസ്പെൻഷൻ സെറ്റപ്പായിരുന്നു മോജോയ്ക്കകത്തുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എഞ്ചിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും 300 cc എഞ്ചിനാണ്. 300 cc എഞ്ചിൻ പ്രൊഡ്യൂസിങ് 27 bhp ആണ് തോന്നിയത്. 27 bhp ആണ്. ആൻഡ് ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ടൂറിങ് സ്പെക്കിൽ ഇറക്കിയ വണ്ടി ആയതുകൊണ്ട് ഇവന്മാർ ആദ്യമേ ഇത് 9000 എൻജിൻ ഒട്ടും സ്ട്രെസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എഞ്ചിൻ്റെ RPM കുറച്ച് കട്ട് ഓഫ് ആക്കിയിട്ട് 9000 RPM എഞ്ചിന് കട്ട് ഓഫ് കൊടുത്തുകൊണ്ട് എഞ്ചിൻ ഒരിക്കലും ഒരു ലെവലിൽ മേളിൽ സ്ട്രെസ് ചെയ്ത് പോകത്തില്ല. സോ നമുക്ക് ഭയങ്കര റിലയബിലിറ്റി ആയിരിക്കും. പിന്നെ എഞ്ചിൻ്റെ RPM ഒട്ടും സ്ട്രെസ് അല്ലാതെ നമുക്ക് ഓൾ ഡേ ഈ ഒരു ലെവൽ ഒരു മിനിമം RPM നമുക്ക് ഇങ്ങനെ ടൂർ ചെയ്ത് പോകാൻ പറ്റും. അതാണ് മഹീന്ദ്ര മോജോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇവൻ്റെ ടോർക്ക് അതെനിക്ക് പറയാതിരിക്കാൻ വരാം. ഞാൻ നേരത്തെ ക്ലാസിഫയറിൻ്റെ ബുള്ളറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞായിരുന്നു. ക്ലാസിഫയറിൻ്റെ ടോർക്ക് ഏറ്റവും മിനിമം RPM എത്ര ടോർക്ക് കിട്ടുന്നു, അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന്. മോജോയിലോട്ട് വരുമ്പോഴും സെയിം അപ്ലൈസ്. ലൈക്ക് 5500 RPM 30 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ലത്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ടോർക്കാണ് ഒരു ബൈക്കിൻ്റെ. അല്ലാതെ നമുക്ക് ടോപ്പ് വാക്കൊന്നും കൊണ്ട് കാര്യമില്ല. നമുക്ക് ഒരിക്കലും മടുപ്പടിക്കാതെ ഒരേ സ്പീഡിൽ ചെറിയ പവറൊക്കെ തോന്നി പോകണം. അതാണ് ടൂറിങ് എന്ന് പറയുന്നത്. സോ അവിടെയൊക്കെ ഇൻക്രെഡിബിൾ ആയിരുന്നു. കാരണം 30 Nm ടോർക്ക് അറ്റ് 5500 RPM എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇവൻ്റെ ഫുൾ ടോർക്കിലോട്ട് വരുന്നു. അതും നമുക്ക് ലോങ് ടൂറിന് പോകുമ്പോൾ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരും. പിന്നെ സിൽക്കി സ്മൂത്ത് എഞ്ചിൻ, ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ്സാണ് എഞ്ചിന്. ഒരു സർവീസ് പീരീഡൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സർവീസിന് കൊണ്ടുപോകുമ്പോഴൊക്കെ ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടെങ്കിലും 1, 2, 3rd സർവീസ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി
എൻജിൻ ഓണാന്ന് പോലും അറിയത്തില്ല, അതുപോലത്തെ സ്മൂത്ത്നെസ് ആയിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോണ്ട ലെവൽ റിഫൈൻമെൻ്റ് ആയിരുന്നു മഹീന്ദ്ര ഈ എഞ്ചിന് കൊടുത്തിരുന്നത്. മഹീന്ദ്ര അല്ല, ഇറ്റാലിയൻ കമ്പനി ഈ ബൈക്കിന് കൊടുത്തിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും കേമനായിരുന്നു മോജോ. എന്തുകൊണ്ട് രക്ഷപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒറ്റ പ്രശ്നമുള്ളൂ. ഇവന്മാർ ചൂസ് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് മോഡൽ ഹോണ്ട യമഹയുടെ ബിഗ് ജയൻസിൻ്റെ മോഡലായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് മോഡലാണ്. ജാപ്പനീസ് ബൈക്കുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അവർ അഡ്വർടൈസ്മെൻറ്റിന് തീരെ കാശ് മുടക്കാറില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹോണ്ട CBR 250 പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. കാരണം നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മുടെ മാഗസീൻസ് ഒന്നും വേണ്ട, സ്കൂളിലെ നോട്ട്ബുക്കിനകത്ത് ഒരു CBR 1000 ഫയർ ബ്ലേഡാണ് എല്ലാവരുടെയും കാണാറ്. നമ്മളത് കണ്ടാണ് വളർന്നു വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തലയിലോട്ട് ഒരു ചിന്ത വരും, കണക്റ്റായി വരും. ഇത് CBR എന്ന് പറഞ്ഞാൽ വലിയ ബൈക്കിൻ്റെ ചെറിയൊരു മോഡലാണ്, സോ ഇതൊരു വൻ സംഭവമാണ് നമുക്ക് തോന്നും. യമഹ R15 കാര്യം പറഞ്ഞാൽ R1 കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വരും. മഹീന്ദ്ര മോജോയുടെ കേസിൽ അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. സോ ജാപ്പനീസ് ബൈക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടൊക്കെ കച്ചവടം വരുമെന്ന് പറയുന്നത് വെറും മണ്ടത്തരമായിരുന്നു. അതാണ് മോജോയ്ക്ക് പറ്റിയ ഫസ്റ്റ് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയത്. ഈ വണ്ടി ഇറങ്ങിയതും ആപ്പടെ കുറച്ച് റിവ്യൂ കണ്ടെന്നല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല ഈ ബൈക്കിനെ കുറിച്ച് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും. നമുക്ക് ഷോറൂം അങ്ങനെ ഇല്ല.